ബിഗ് ബോസിന്റെ കുറച്ച് കാര്യങ്ങളെ ഇതൊന്ന് പറഞ്ഞു വെക്കണമെന്ന് അപ്പോഴേ ഉണ്ടായിരുന്നു. പിന്നെ കുറേ പേര് റിക്വസ്റ്റ് ഉണ്ട് എല്ലാവരെ പറ്റി ഒന്ന് പറയാൻ പറ്റും. അത് ഞാൻ മറ്റൊരു സെക്ഷനിൽ ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഇത് പറയാം. അതായത് അപ്പാനിയും ഒരു പെണ്ണുമായിട്ടുള്ള RJ ബിൻസിയുമായിട്ടുള്ള ഒരു വിഷയം അവിടെ കത്തിക്കയറിയ ഒരു സംഗതിയാണ്. സത്യത്തിൽ ഞാൻ അതിൻ്റെ ശരിക്കുള്ള ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് ഈ കുത്തിത്തിരിപ്പുകളൊന്നും വർത്തമാനങ്ങളൊന്നും ഞാൻ അപ്പോഴത്തെ ലൈവൊന്നും ഞാൻ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നോർമലി ഇത്തവണത്തെ കണ്ടസ്റ്റൻസ് ഒക്കെ തന്നെ മിഡിൽ ക്ലാസ് ലെവലുള്ള ആൾക്കാരാണ്. കുറച്ച് കുഞ്ഞായ്മകൾ കുരുത്തുരുമ്പുകൾ എന്നൊക്കെ പറയുന്ന ആ ടൈമൊക്കെയാണ്. ഒരുപാടൊന്നും ഭയങ്കര അങ്ങനെയുള്ളവരല്ല. അപ്പം അവർ തമ്മിൽ അങ്ങനെയൊക്കെ പല സംസാരങ്ങളും ഉണ്ടാകും, സ്വാഭാവികം. കുറച്ച് എന്താ പറയുക, സദാചാരവാദം കൂടിയ ആൾക്കാരാണ്. അതങ്ങനെയാണല്ലോ. മിഡിൽ ക്ലാസ് ലെവലിലാണ് ഈ സദാചാരക്കാർ അധികം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പർ ക്ലാസ് എന്ന് പറഞ്ഞാൽ പിന്നെ സദാചാരമല്ല, വെറും വ്യഭിചാരമേ ഉള്ളൂ. ലോവർ ക്ലാസ് ആണെങ്കിൽ ഇതൊന്നും മൈൻഡ് പോലും ചെയ്യത്തില്ല എന്നുള്ളതാണ്. അപ്പം ഈ ക്ലാസ്സുകൾ തരംതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അടിസ്ഥാനത്തിലാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പം ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പലതും ലഘൂകരിക്കപ്പെടുന്നതും സോർട്ട് ഔട്ട് ചെയ്യുന്നതും ഒക്കെ. എനിവേ അതിലേക്കൊന്നും പോകുന്നില്ല, അത്രയും വലിയ സബ്ജക്റ്റിലേക്ക് പോകുന്നില്ല. നമുക്ക് ബിൻസിയുടെ വിഷയത്തിലേക്ക് വരാം. ബിൻസി എയർപോർട്ടിൽ വന്നപ്പോൾ ഒരു തുള്ളിച്ചാട്ടവും വർത്തമാനവും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ചിരി നല്ലതാണ്, ചിരി മനുഷ്യന് ആരോഗ്യം തരുന്ന ഒരു സംഗതിയാണ്. പക്ഷേ അത് നമ്മളുടെ കള്ളത്തരം മൂടി വയ്ക്കാനുള്ള ഒരു ആവരണമാകരുത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ബിൻസിയുടെ ചിരി. ഒരു RJ ആകാൻ യാതൊരു യോഗ്യതയില്ലാത്ത പെണ്ണാണെന്ന് ഞാൻ പറയും. അതെങ്ങനെ ഈ പെണ്ണ് അവിടെ കിട്ടുന്നത്? ഒത്തിരി ഉച്ചത്തിൽ സംസാരിക്കുന്നത് കൊണ്ട്, ആക്റ്റീവായി നിൽക്കുന്നത് കൊണ്ടുമായിരിക്കും. ചിലപ്പോൾ അതായിരിക്കും ഒരു RJയുടെ ലക്ഷണമെന്ന് തോന്നുന്നു. പക്ഷേ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരെണ്ണം ഇല്ലയോ. ഇവരൊരു ഇൻഫ്ലുവൻസർ ആണോ എന്ന് വെച്ചാൽ വട്ടപൂജ്യമാണ് ഇവരുടെ ഇൻഫ്ലുവൻസിങ്. ഒരു വിവാഹം കഴിക്കാത്തൊരു സ്ത്രീയാണ്. അപ്പോൾ വിവാഹിതനായ ഒരു പുരുഷനുമായിട്ട് അധികമായി അടുത്ത് ഇടപഴകുന്നത് മറ്റുള്ളവർക്ക് നോട്ട് ആകുന്ന തരത്തിലാണെങ്കിൽ അതിനൊരു തട വയ്ക്കുന്ന ഒരു തർക്കവുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ക്ലാസ്സുകൾ തമ്മിലുള്ള ഒരു പ്രശ്നമാണത്. ഹയർ ക്ലാസ്, അപ്പർ ക്ലാസ് എന്ന ലെവലിലുള്ള ആൾക്കാർക്കൊന്നും ഇതൊരു വിഷയമായിരിക്കത്തില്ല. ദേ ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ്. പക്ഷേ കുറച്ച് മിഡിൽ ക്ലാസ് ലെവലിലുള്ളവർക്ക് ഇതൊരു പ്രശ്നം തന്നെയാണ്. അവർ സദാചാരവാദക്കാർ തന്നെയാണ് എന്നല്ലേ. വ്യഭിചാരവാദക്കാരും സദാചാരവാദക്കാരും തമ്മിലുള്ള ഒരു ക്ലാഷ് തന്നെയാണ് ബിഗ് ബോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം കുറച്ച് ഭാഗം ഞാനൊന്ന് പ്ലേ ചെയ്യാം. ഒരിക്കലും തോന്നില്ല. ഇങ്ങോട്ട് പറഞ്ഞിട്ടല്ലേ നമ്മൾ തിരിച്ചു പറഞ്ഞത്. എന്റെ ചാച്ചനെ പറഞ്ഞു, ചാച്ചന്റെ ജോലിനെ കുറിച്ച് പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇൻസൾട്ട് ആയി, പുറത്തൊന്നും പറഞ്ഞു, അവർക്കൊന്നും പറഞ്ഞു. സോ അതിന് ഞാൻ മറുപടി കൊടുത്തു. അത് കൂടിപ്പോയെന്ന് എനിക്ക് ഒരിക്കലും തോന്നില്ല. ആരാണെങ്കിലും നിങ്ങളൊക്കെയാണ് അതിനെ റിയാക്ട് ചെയ്തില്ലേ? ഒരിക്കലുമില്ല. നിങ്ങളാണ് അവരുടെ അപ്പൻ ആദ്യം വിളിച്ചത്. പിന്നെ ഇനി അവർ പറഞ്ഞത് ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നുള്ളത്, അപ്പൻ്റെ റിക്ഷ വണ്ടി വന്നെന്ന് പറയുന്നത് അഭിമാനമാണെന്ന് പറഞ്ഞാൽ ആ പറയുന്നവരുടെ നാക്കടഞ്ഞു പോകത്തില്ലേ? അതിന് പകരം നിനക്ക് തന്തയില്ല എന്ന് പറയുന്നതാണോ? അവളായതുകൊണ്ട് മിണ്ടാതില്ല. ഞാനാണെങ്കിൽ കൈയെത്തി നിനക്കൊരു അടി തരുമായിരുന്നു. ഇറ്റ്സ് ഓൾമോസ്റ്റ് നിങ്ങൾ ഗെയിമിൽ നിന്ന് ഔട്ടായ വ്യക്തികളാണ്. ഒരു അടി നിനക്ക് കിട്ടേണ്ടതായിരുന്നു. അവളെ കൊണ്ടത് സാധിച്ചില്ല എന്നുള്ളതാണ്. എനിക്ക് അതിനേക്കാളും മരമോന്തകളായിട്ട് തോന്നി ചുറ്റും നിന്നവരാണ്. അത് കേട്ടുകൊണ്ട് ആ വർത്തമാനത്തിന് മറുപടി പറയാവുന്ന ആ ഫൈനൽ 7 ആ 7 കണ്ടസ്റ്റന്റിനോട് ഫീലിംഗ് പിറ്റി. നിങ്ങളുടെ വീടാണത്, ഇവരെ പുറത്താക്കിയതാണ്, നിങ്ങൾക്കത് സംസാരിക്കാമായിരുന്നു. ഇവർ സംസാരിച്ചോ? ആരും സംസാരിച്ചില്ല. മസ്താനി ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല. മസ്താനി രണ്ടാമത് കയറി അവളുടെ നില അവിടെ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റ് ആണ്. അപ്പാനിയുമായിട്ടുള്ള വിഷയം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്ന് രണ്ടുപേരും തന്നെ ഇങ്ങ് തെളിയിച്ചു. അവസാനം അനുമോള് പറഞ്ഞു കൊടുത്തല്ലോ അവളോട്. അപ്പാനി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്തേക്കാണ് അവൾ വരുന്നത്, ഞാൻ അവളുടെ അടുത്തേക്ക് പോകാറില്ല എന്ന്. ഇത് സത്യത്തിൽ എന്നെ ട്രാപ്പ് ചെയ്യുകയാണെന്ന് ആ കള്ളം പറഞ്ഞല്ലോ. അതിനെപ്പറ്റി എന്താണ് RJ ബിൻസിയുടെ അഭിപ്രായം? ഇത് ചോദിക്കാൻ എന്തുകൊണ്ട് മാപ്പറകൾക്ക് പറ്റിയില്ല എന്നുള്ളതാണ്. ഏതായാലും അനുമോളെ പറയുന്നത് കേൾക്കാം. അനുമോൾ ഒറ്റ കാരണമാണ് വെറും ഫ്രണ്ട്സ് ആയിട്ടുള്ള എനിക്ക് ഒപ്പം കുറേ നെഗറ്റീവ്സ് ഉണ്ടായിട്ടുള്ളത്. സോ അതൊക്കെ ചെന്ന് അതിനെ സംസാരിച്ചപ്പോൾ അനു ക്ലിയർ ചെയ്തു. അനു അംഗീകരിച്ചു. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അല്ലെങ്കിൽ അനു വല്ല വോട്ട് ഉണ്ടാവും. അത് തോന്നൽ മാത്രം. അനു ജയിപ്പിച്ചത് വിനുവായിരിക്കും. അനുവിന്റെ PR അനു കുറച്ചുകൂടെ എക്സ്പോസ് ചെയ്ത് കളഞ്ഞു. പിന്നെ PR ഉള്ളത് നല്ല, എനിക്ക് PR ഉണ്ടായിരുന്നില്ല. പക്ഷേ PR കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. എന്നെ പോലെ ഫീം അല്ലാത്ത ഒരാളെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ PR നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ നല്ലപോലെ യൂസ് ചെയ്യണം. അനുവിന്റെ ആ ചോദ്യത്തിന്റെ മുന്നിൽ പതറിയത് കണ്ടോ? അനുവിന് മാത്രമല്ല അവിടെ PR, എല്ലാവർക്കും PR ഉണ്ട്. PR ആണോ ജയിപ്പിച്ചതെന്ന് പറഞ്ഞ് അനുവിനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് PR മാത്രം കൊണ്ട് ജയിക്കില്ല എന്ന് പലരും അവിടെ തെളിയിച്ചതാണ്. ശൈത്യക്കുണ്ടായിരുന്നു PR, എല്ലാവർക്കും PR ഉണ്ടായിരുന്നു. ഇവക്കും ഉണ്ട് PR. ആരാ പറഞ്ഞില്ല എന്ന്? എല്ലാവർക്കും ഉണ്ടായിരുന്നു PR. എല്ലാവരും PR കൊടുത്തിട്ട് തന്നെയാണ് അതിനകത്ത് പോയത്. അക്ബറിന് ഉണ്ടായിരുന്നു ഒരു ചന്തി PR ഉണ്ടായിരുന്നു. എവറി വൺ ഹാസ്. അതുകൊണ്ടാണ് അവിടെ നേരെ നിന്നത്. ഈ PRകളുടെ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് നിലനിൽക്കുമെന്ന് പറയുന്നത് സത്യം തന്നെയാണ്. ഇപ്പോൾ അനുമോളുടെ PRന്റെ ഒരു കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ അനുമോളുടെ PR പലരെയും PR ചെയ്ത വ്യക്തിയാണ്, ജയിച്ച പലരെയും. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പോയി പറഞ്ഞ് അവരൊക്കെ തന്നെ റെക്കമെൻഡ് ചെയ്ത് ദാറ്റ് റെക്കമെൻഡേഷൻ വാല്യൂഡ്. ആ റെക്കമെൻഡേഷനിൽ കൂടെ തന്നെയാണ് കൂടുതൽ വോട്ടുകൾ വീണത്. ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി നമ്മളോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്, അനുമോൾക്ക് വോട്ട് ഇടണം, ചെയ്യും, ഞാൻ ചെയ്യും. ഞാൻ അതിനകത്ത് നോക്കത്തില്ല, ഓക്കെ ശരി എൻ്റെ കൂട്ടുകാരനാണ് അവൻ പറയണത് കേൾക്കാം എന്ന് നമുക്ക് തോന്നും.
കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടല്ല, നമുക്ക് വേറെ ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ എന്നുള്ള ഒരു രീതി നമ്മൾ ചെയ്യും. ആ ഒരു PR ലെവലാണ് അവനുള്ളത്. ബിനുവിനെ കൂട്ടുപിടിച്ചാൽ അടുത്ത് പോകുന്നവർക്കും ആ അക്സെപ്റ്റൻസ് ഉണ്ടാവും. പക്ഷെ അപ്പോഴും അവിടെ പ്ലേ വേണം, അവിടെ കൃത്യമായ കാര്യങ്ങൾ അവൾ ചെയ്യണം എന്നുള്ളതാണ്. അനുമോളെ എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള ഒരേ ഒരു കാരണം, അനുമോൾ അവിടെ ശരിക്കും കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. അത് അനുമോൾ തുറന്നും പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ വന്ന ബിഗ് ബോസിന് വേണ്ടിയിട്ടാണ് ഈ ഷോയ്ക്ക് ഒരു ഇത് കിട്ടണം എന്നുള്ളത്. ഇതേപോലൊരു അവസ്ഥ ഉണ്ടായിരുന്നു റോബിനും ഇത് തന്നെയാണ്. അവിടെ വരണ ഷോ അങ്ങനെ ഭയങ്കര ഹൈപ്പിൽ പോകുന്നില്ല, നിങ്ങളൊന്ന് വന്നാൽ ശരിയാകും എന്ന് പറഞ്ഞ് ബൂസ്റ്റപ്പ് ചെയ്താണ് അവൻ അതിനകത്ത് കൊണ്ടുപോയി ഇൻസൾട്ട് ചെയ്ത് പുറത്തു വിട്ടത്. സോ ദാറ്റ് ഈസ് കാൾഡ് ഇൻസൾട്ട്. ആ ഇൻസൾട്ടിന് മറുപടിയും കൊടുത്തു. റോബിൻ അത് കൃത്യമായിട്ട് പറഞ്ഞില്ലേ, പിന്നെ വിളിക്കേണ്ടി വന്നില്ലല്ലോ അവർക്ക്. വിളിച്ചാലും പോകരുത് എന്നുള്ളതാണ് എൻ്റെ ഭാഗം. നമുക്ക് റോബിൻ നല്ല വിഷയം, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഇനി അതിന് നമ്മൾ എന്റെ ചോദിച്ചു വാങ്ങി ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞു, അതൊക്കെ തീർന്നു. ഞാനിനി അതിന് പുറകെ പോകില്ല. മസ്താനി അതിന് പുറകെ വരുമെന്ന് എനിക്കറിയാം. ദേഷ്യം ഉണ്ടെങ്കിൽ പിന്നെ കപ്പടിക്കുമ്പോൾ നമ്മൾ തുള്ളി ചാടുമോ? കപ്പടിച്ചപ്പോൾ നമ്മൾ ഇന്നലെ ആഫ്റ്റർ പാർട്ടി ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ. ഞങ്ങൾ കയറി ഫുൾ ഡാൻസ് പാട്ടും പരിപാടികളും ഫുൾ ടീം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് ഡാൻസ് കളിച്ചത്, ഫുഡ് കഴിച്ചിട്ടല്ല. അതിനൊന്നും ഒരു ദേഷ്യമില്ല. അതിനൊക്കെ ആർക്കും ദേഷ്യം. നിങ്ങളുടെ ഈ സാധനം അനുമോളെ പറഞ്ഞു നിങ്ങളോട് അറ്റാക്ക് പ്രശ്നങ്ങളുണ്ടായി, പക്ഷേ അതിനുശേഷം കുറെ വീഡിയോകൾ പലരും പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, അപ്പൊ അനുമോൾ മാത്രം ഗെയിം അല്ലെന്ന് ബാക്കിയുള്ള ഒരു ഗെയിമാണെന്ന് പറയുന്നത് ന്യായമുള്ള? ഈ വിഷയത്തിൽ ശൈത്യ സംസാരിച്ചിട്ടുണ്ട്, അതുപോലെ അതിലൂടെ സംസാരിച്ചിട്ടുണ്ട്. അല്ല, അതിനുശേഷം ഇപ്പൊ അതിന് മുന്നേ പലരും സംസാരിച്ച വീഡിയോസ് പുറത്ത് വന്നിട്ടുണ്ടല്ലോ. അല്ല, അനു പരസ്യമായിട്ടാണല്ലോ പറഞ്ഞത്. അനു പരസ്യമായിട്ട് അനുവിന് PR പറയേണ്ട കാര്യമില്ല, നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിട്ടല്ലേ സംസാരിക്കുന്നത്, നമ്മൾ വീഡിയോ കാണുന്നത്. എക്സാക്ട്ലി. ആ പറഞ്ഞ PR ആണോ സത്യം പറ എന്ന് ചോദിക്കുന്നു. നാണം ഉണ്ടോടി പെണ്ണേ നിനക്ക്? അയാൾ ചോദിച്ച ചോദ്യത്തിന് നിനക്ക് ഉത്തരവില്ല, ഉടനെ നീ അയാളുടെ PR ആണോ എന്ന് ചോദിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ എന്ത് ന്യായം പറഞ്ഞാലും ഉടനെ അനുവിൻ്റെ PR ആണോ എന്ന് ചോദിക്കുന്നു. അനു ചോദിച്ചു എന്ന് പറയുന്ന സാധനം, അതായത് അനു അല്ല അവിടെ ഡിസ്കസ് ചെയ്തെന്ന് കൃത്യമായി വീഡിയോ സഹിതം പുറത്തു വന്നിട്ടുണ്ട്. അനു അല്ല അത് തുടങ്ങിയത്. അവിടെ ഇവരൊക്കെ പറഞ്ഞു, ശൈത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ പെണ്ണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവറി വൺ, ആദില, നൂറ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിന് ജിസൽ വരെ പറഞ്ഞിട്ടുണ്ട്, എവറി വൺ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞ ഒരു കാര്യത്തിന് അനുമോളുടെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് അനുമോൾ ചാനമരമായതുകൊണ്ടല്ലേ, അവളെ എന്ത് വേണമെങ്കിലും പറയാമെന്നൊരു ടൈം ഉള്ളത് കൊണ്ടല്ലേ. അതാണ് വാസ്തവം. അനുമോളെ എന്ത് വേണമെങ്കിലും പറയാം, ഏത് രീതിയിലും ഇൻസൾട്ട് ചെയ്യാം, അതിലൊരു പ്രശ്നമില്ല എന്നുള്ള ഒരു ഫോം അവിടെ ഉള്ളത് കൊണ്ടല്ലേ ആ ഒരു ഇൻസൾട്ട് അവൾക്ക് നേരിടേണ്ടി വന്നത്. ഇവളുണ്ടല്ലോ ചൂല് തീട്ടമുക്കി അടിക്കേണ്ട കേസായി RJ ബിൻസി. അതുപോലെ തന്നെ ഷാനവാസും അതുപോലെ തന്നെ ഷാനവാസ് ആ പണിയെടുത്ത് ചെലവുണ്ടെന്നാ പറഞ്ഞത്. ഞാൻ ചോദിച്ചത് ഷാനവാസ് ഇന്നലെ ഷാനവാസ് അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അത്രയും എടാ ഗെയിമിന് വേണ്ടി പറയാം, എന്റെ അങ്ങനെയില്ല, എന്റെ പിള്ളേർ അങ്ങനെയാണ് ഷാനവാസ്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ കുറേ പേര് പറയുന്നുണ്ട് ഇത് ആദ്യം ആവശ്യം കാണിച്ചിട്ട് എനിക്ക് ഇതാണ്, പക്ഷേ പ്രതികരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാം തീർത്തിട്ടാണ് വീട്ടിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ മസാനി ഇങ്ങോട്ട് ചോദിച്ചു അങ്ങനെയല്ല ചേട്ടാ, ഞാൻ ഫുഡ് കഴിച്ചത് വെറുതെ ഇരിക്കാറുണ്ട്. ഞാൻ അവരെ പറഞ്ഞ ട്രിഗർ ചെയ്തപ്പോൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്ന കമന്റ് ബിഗ് ബോസ് കഴിഞ്ഞു, ഗെയിം കഴിഞ്ഞു, ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സാണ്. എനിക്കറിയില്ല, പക്ഷേ എല്ലാവരും ഹാപ്പി ആയിരിക്കും. ബിഗ് ബോസ് കഴിഞ്ഞു, ഗെയിം കഴിഞ്ഞു, എല്ലാവരുമായിട്ടുള്ള പ്രശ്നം സോൾവ് ചെയ്ത് ഹാപ്പിയാണെന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നില്ല. മസ്താനി ക്ഷമിച്ചു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മസ്താനി നിന്നെപ്പോലൊരു ആങ്കറാണ്, അവൾ കഷ്ടപ്പെട്ട് വന്നതാണ്. നിന്റെ വാപ്പാക്ക് മാത്രം എന്തോ കുഴപ്പമുണ്ടെന്ന് പറയണത് എന്താണ്ടി? അവക്കില്ലേ? അവളുടെ അപ്പനിക്ക് എന്താ കുഴപ്പം? അവളുടെ അപ്പൻ കഷ്ടപ്പെടുത്തിയെന്നും അവൾ ഒറ്റയ്ക്കാണ് അവളുടെ കുടുംബം നോക്കിയെന്നും തുടങ്ങി അവൾ എല്ലാ കാര്യങ്ങളും അവിടെ പബ്ലിക്കിൽ പറഞ്ഞു. അവൾക്കില്ലാത്ത എന്ത് ക്രെഡിബിലിറ്റിയാണ് നിന്റെ തന്തയ്ക്കുള്ളത്? ഓട്ടോക്കാരനിക്ക് ക്രെഡിബിലിറ്റി എന്ന് ഞങ്ങൾ സമ്മതിച്ചു തരണോ? ഓട്ടോറിക്ഷ ഓടിച്ച് ഒരുപാട് മനുഷ്യർ ജീവിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു നാടിൻ്റെ മുഖം അവരാണെന്ന് പറയും. ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം ഏതെങ്കിലും ഒരു നാട്ടിൽ പോയിട്ട് ആരെങ്കിലും പറ്റി എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വേണമെങ്കിൽ നമ്മൾ ഓട്ടോറിക്ഷക്കാരെ വിളിച്ചാൽ മതി. അപ്പ് ആൻഡ് ഡൗൺസ് എല്ലാം അവർ പറഞ്ഞു തരും. എല്ലാം A to Z. നമ്മുടെ നാട്ടിലെ ന്യൂസ് പേപ്പറിൻ്റെ വാല്യൂ അവർക്ക് കൊടുക്കാം. അമ്മാതിരി ആൾക്കാരാണ്, സഹായികളാണ്, ഏറ്റവും സപ്പോർട്ടീവ്സാണ്. ചിലതുണ്ട് അതിനകത്ത്, ചില ആൾക്കാരുണ്ട്, അതൊഴിച്ചാൽ ബാക്കി സൂപ്പർ ആൾക്കാരാണ്, തർക്കവും ഇല്ല. അത് അഭിമാനത്തോടെ പറയണ്ടേ. എൻ്റെ അച്ഛനൊരു ഓട്ടോറിക്ഷക്കാരനാണ്, അതിലെന്താ അഭിമാനക്കുറവ്? അവൾ അച്ഛൻ്റെ വണ്ടിക്കകത്തുനിന്ന് കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോൾ എനിക്കതിനകത്ത് അഭിമാനമുണ്ടെന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ അത് എത്ര ഇതായിരുന്നേനാ. പകരം നീ എന്താ പറഞ്ഞേ? നിനക്ക് തന്തയില്ല, എനിക്ക് തന്തയുണ്ട്. അതെന്തടി, അവൾക്ക് തന്തയില്ലെന്ന് നീയാണോ അറിഞ്ഞത്? അതോ നിൻ്റെ അമ്മയെ പോലെയാണെന്ന് അവളുടെ അമ്മ ആണെന്ന് കരുതിയോ നീ? എന്താണ്
എന്തിനാണ് ആ വർത്തമാനങ്ങൾ പറഞ്ഞത്? അത് കേട്ട ഉടനെ നാട്ടുകാർ നിന്റെ കൂടെ നിന്നോ, നീ ഭയങ്കര സംഭവമാണെന്ന് തോന്നിയെന്നാ? ഒരാളെ തന്തയ്ക്ക് വിളിക്കുമ്പോഴത്തേക്ക് താൻ സംഭവമാണ് എന്ന് തോന്നുന്നത് മണ്ടത്തരമാണ്. അത് നിന്റെ മണ്ടത്തരം മാത്രമാണ്. നീ വെറും ലോ ലെവലാണ് എന്നുള്ളൊരു തെളിവാണ് നീ ആ പ്രയോഗിച്ച പദപ്രയോഗങ്ങൾ. അത്രമാത്രം നികൃഷ്ടമായിട്ടാണ് എനിക്ക് നിന്നെ ഫീൽ ചെയ്തത്. RJ ബിൻസിയെ പറ്റി ഞാൻ ഇനിയും വീഡിയോ ചെയ്യും. ഒത്തിരി കാര്യങ്ങളുണ്ട്, 1-2 അല്ല, കുറേയധികം വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്, തുടരും. തൽക്കാലം ഇത്രയേ ഉള്ളൂ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. അനുമോൾ ചെയ്യുമ്പോൾ മാത്രം കുഴപ്പമെന്ന് പറയുന്നത് അനുമോളുടെ വൈരാഗ്യം മാത്രമാണ്, അനുമോളോടുള്ള അസൂയ മാത്രമാണ്. അവൾ അത്യാവശ്യം നല്ല സെലിബ്രിറ്റി പൊസിഷനിൽ നിന്നൊരു വ്യക്തി തന്നെയാണ്. അവൾക്ക് അത്രത്തോളം ഫാൻ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അവളുടെ ചാനലിൽ കൂടെ തന്നെ നല്ലൊരു ഹ്യൂജ് ആൾക്കാർ അവൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ സപ്പോർട്ട് ചെയ്യത്തില്ലേ? അവളുടെ നാട്ടുകാർ സപ്പോർട്ട് ചെയ്യത്തില്ലേ? നല്ല രീതിയിൽ വോട്ട് കിട്ടിയ ഒരു പെൺകുട്ടി തന്നെയാണ്. അവൾ ചൂസ് ചെയ്തതൊക്കെ ബെറ്ററാണ്. അതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ കിട്ടിയത്. പിന്നെ എൻ്റെ ടൈം ലൈനിൽ വന്ന് പലരും കമൻറ്റ് എഴുതി വയ്ക്കുന്നത് അവൾ പിഴയാണ്, അതാണ് ഇതാണെന്ന്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, നമ്മളുമൊക്കെ ഒരുപാട് കേട്ടതാണ്. അവൾ അങ്ങനെ ഒരു കാര്യം അവിടെ കാണിക്കാത്തിടത്ത് ഒന്നും പറയാനില്ല. സോ വീണ്ടും കാണാം പുതിയ വിശേഷങ്ങളുമായി. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യണം, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.